ഇന്നത്തെ വീഡിയോയിൽ ഗരം മസാല നമ്മുടെ വെജിറ്റബിൾ കറികൾക്കും അതുപോലെ തന്നെ നോൺ വെജ് കറികൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഗരം മസാല പൊടിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അതും എല്ലാവരും ചെയ്യുന്നതായിരിക്കാം, എന്നാലും ഞാൻ തുടക്കക്കാർക്കായിട്ട് തന്നെയാണ് അത്രയും പറയുന്നത്. അപ്പോൾ ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുക്കുക. അതുകൂടാതെ അതേ സെയിം അളവിൽ അതേ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ടേബിൾ സ്പൂണാണ്, അതായത് നമ്മൾ കഞ്ഞി കുടിക്കുന്ന സ്പൂണാണ് കേട്ടോ. പിന്നെ എടുക്കുന്നത് ഷാജീര അല്ലെങ്കിൽ കാരവേ സീഡ്സ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജീരകമുണ്ട്, അതൊരു 1/2 ടേബിൾ സ്പൂൺ. പിന്നെ എടുക്കുന്നത് കുരുമുളക്, നമ്മുടെ കറുത്ത കുരുമുളക്, ഉണങ്ങിയ കുരുമുളക്, അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ എടുക്കുന്നത് ഗ്രാമ്പു ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ചേർക്കുക. പിന്നെ വേണ്ടത് സിന്നമോൺ, അതായത് നമ്മുടെ പട്ട ഒരു ചെറിയ കഷ്ണം, അതും. പിന്നെ ചേർക്കുന്നത്, അതിൻ്റെ പേര് പറയുന്നത് തക്കോലം എന്നല്ലേ പറയുന്നത്, തക്കോലം, അത് 1 എണ്ണം. പിന്നെ ചേർക്കുന്നത് ഏലക്കയാണ്, പച്ച കളറിലുള്ള ഏലക്ക, അതൊരു 8 എണ്ണത്തോളം ഉണ്ട് കേട്ടോ. അപ്പം ഇത് പാനിൽ സിമ്മിൽ നിന്നും മീഡിയത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ, ഒരു കളറൊന്ന് ജസ്റ്റ് മാറുന്നത് വരെ, കരിച്ച് കളയരുത്, ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആ മണമൊന്ന് മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അത് തണുപ്പിക്കാൻ വയ്ക്കുക. തണുത്തിട്ട് നമ്മളതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട്, ഗ്രൈൻഡ് ചെയ്യുന്ന ജാറിലിട്ടിട്ട് പൊടിച്ച്, അതിന് സൂക്ഷിക്കേണ്ടത് ഇതിൻ്റെ കുപ്പികളിലോ അല്ലെങ്കിൽ അടപ്പുള്ള നല്ല ഇതിലുള്ള ചൂട് ആറിയതിന് ശേഷം, ഇത് പൊടിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഈ ജാറിൽ, ഗ്ലാസ് ജാറിലാക്കി അടച്ച് സൂക്ഷിക്കാം. ഇത് കുറച്ചാണ് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം പോയി കഴിഞ്ഞാൽ, കുറേ അങ്ങ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നോൺ വെജ്, വെജൊക്കെ എല്ലാ കറികൾക്കും ഇത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. പിന്നെ നമുക്ക് നോൺ വെജ് കറികളിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടി വേറെ പൊടിച്ച് മാറ്റി വയ്ക്കുക, അതുപോലെ തന്നെ കുരുമുളകും വേറെ പൊടിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് നോൺ വെജ് കറികളിലേക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് വെജിറ്റബിൾ കറികൾ, അതായത് ഇപ്പോൾ കോളിഫ്ലവർ അങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ, സോയാ ചങ്ക് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ മസാല ചേർക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷാജീര എന്ന് പറയുന്നത് ബിരിയാണിയിൽ ചേർക്കുന്ന ഒരു മസാലയാണ്. അത് നമ്മളൊരു ചെറിയ അളവിലാണ് ഈ ഗരം മസാല കൂട്ടിൽ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഗരം മസാല ഇനി ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കൂടുതലായിട്ട് ഞാനിത് പ്രിഫർ ചെയ്യുന്നത് ആയിട്ടാണ് പറയുന്നത്. കാരണം അവർക്ക് ഒട്ടും ഗരം മസാല എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഒന്നും അറിയാത്തവരായിട്ടാണ് പറയുന്നത് കേട്ടോ, അവരോടായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.